എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെന്ത് പ്രതിഷേധമാണ്! വെറുപ്പുണ്ടാക്കുന്ന പണിയാടാ, അറപ്പുണ്ടാക്കുന്ന പണിയാടാ. ഏതൊരു രാഷ്ട്രീയ പ്രതിയോഗിയോട് നമുക്ക് വിയോജിപ്പുണ്ടാവും. നിങ്ങൾ കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ BJP ജയിച്ചല്ലോ. അവരുടെ എതിർ സ്ഥാനാർത്ഥിയായ, അവരുടെ പ്രതിപക്ഷത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുകളോട് അവർക്ക് പ്രതിഷേധ സ്വരങ്ങൾ, മുദ്രാവാക്യങ്ങൾ, ആഹ്ലാദ പ്രകടനങ്ങൾ, പേര് വിളിച്ചുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു പ്രവൃത്തി അവരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മളെ നോക്കിക്കാണുന്ന നിങ്ങൾ ഉത്തമ സമുദായത്തിൻ്റെ വാക്താക്കളെന്ന് പറയുന്ന നമ്മൾ കാണിക്കുന്ന ഈ വൃത്തികേട് വേറെ ആരെങ്കിലും ചെയ്തു? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞു. UDF വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ BJP ആണെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ നേടി. ഒരു കാരണവശാലും ഈ ഒരു ആഘോഷ പരിപാടികൾ അതിരുവിട്ടു പോകരുത് എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ തലേ ദിവസം തന്നെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അണികളോട് പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, പുല്ലുവില നൽകിക്കൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ വളരെ മോശകരമായ രീതിയിൽ ഒരു മൃഗത്തിനെ കൊന്നിട്ട് അതിൻ്റെ തല കെട്ടിത്തൂക്കി വണ്ടിയിൽ പ്രകടനം നടത്തി പോകുന്ന വളരെ മോശകരമായ ഒരു സീൻ നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി സാധിച്ചു. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. തവനൂർ മണ്ഡലത്തിലെ നടുവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത്. വളരെ സങ്കടകരം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല എന്ന് പറഞ്ഞ് BJPക്ക് പോലും 3 സീറ്റ് കിട്ടി. എന്നിട്ട് പോലും അവരുടെ ഈ ആനന്ദ നൃത്തത്തിനിടയിലും അതുപോലെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിലും ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ മുസ്ലിം ലീഗ് നടത്തിയ പ്രകടനത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിൽപ്പെട്ട മെച്ചകരമായ, വളരെ മോശകരമായ ഒരു സീൻ കാണാൻ വേണ്ടി സാധിച്ചു. സമൂഹത്തിലും അതുപോലെ തന്നെ ഉന്നതരായ ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽപ്പെട്ട പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ നടപടിക്കുമെതിരെ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ് അൻസാർ സുഹരി ഉസ്താദ്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെയും വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം യാതൊരു ഭയം കൂടാതെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് അൻസാർ സുഹരി ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ തീർച്ചയായിട്ടും ആ കാഴ്ച കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം. ഏതായാലും ആ ഒരു സീനറി തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കാണും. തവനൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഹയാത്രികനായ KT ജലീലാണ് ഇടതുപക്ഷത്തിന് വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അദ്ദേഹം ദയനീയമായിട്ട് പരാജയപ്പെട്ടു. തീർച്ചയായിട്ടും അതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് അതിയായ ആഹ്ലാദങ്ങളെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും അത് നടത്തുകയും വേണം. തീർച്ചയായിട്ടും അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇത്തരം അറപ്പുളവാക്കുന്ന, സമൂഹത്തിന് വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള ഇത്തരം പ്രകടനങ്ങളും ഇത്തരം പരിപാടികളും തീർച്ചയായിട്ടും ഒരു സന്തോഷത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത് വളരെ മോശകരമായ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ഇടയിൽ വരുന്ന, അല്ലെങ്കിൽ ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ മാത്രം പോയി ഒന്ന് വായിച്ചാൽ തീർച്ചയായിട്ടും അറപ്പ് തോന്നിപ്പോവും. ഇതര സമൂഹത്തിൽപ്പെട്ട ഒരുപാട് പേർ അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ അയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ഇടയിലുള്ള ഒരു വില എന്താണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി അത് സാധിക്കുമെന്ന് മാത്രമേ എനിക്ക് വിനീതമായി ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇതിനെ താത്വികമായിട്ട് വളരെ വിമർശനാത്മക ബുദ്ധിയോടുകൂടി കാണുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ്. അതിനെ വളരെ വ്യക്തമായിട്ട് ആ ഒരു കാര്യത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് അൻസാർ സുഹരി ഉസ്താദിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെന്ത് പ്രതിഷേധമാണ്! വെറുപ്പുണ്ടാക്കുന്ന പണിയാടാ, അറപ്പുണ്ടാക്കുന്ന പണിയാടാ. ഏതൊരു രാഷ്ട്രീയ പ്രതിയോഗിയോട് നമുക്ക് വിയോജിപ്പുണ്ടാവും. നിങ്ങൾ കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ BJP ജയിച്ചല്ലോ. അവരുടെ എതിർ സ്ഥാനാർത്ഥിയായ, അവരുടെ പ്രതിപക്ഷത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുകളോട് അവർക്ക് പ്രതിഷേധ സ്വരങ്ങൾ, മുദ്രാവാക്യങ്ങൾ, ആഹ്ലാദ പ്രകടനങ്ങൾ, പേര് വിളിച്ചുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു പ്രവൃത്തി അവരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മളെ നോക്കിക്കാണുന്ന നിങ്ങൾ ഉത്തമ സമുദായത്തിൻ്റെ വാക്താക്കളെന്ന് പറയുന്ന നമ്മൾ കാണിക്കുന്ന ഈ വൃത്തികേട് വേറെ ആരെങ്കിലും ചെയ്തു? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഇതൊരു സഹോദര സമുദായത്തിൽപ്പെട്ട നോക്കുമ്പോൾ എന്താണ്, ഒരു മൃഗത്തിൻ്റെ ഈ ചോര പൊടിയുന്ന അതിൻ്റെ തല ഇങ്ങനെ വെട്ടിത്തൂക്കി നടക്കാൻ ചില്ലറ ഉളുപ്പും മനസ്സാക്ഷിയൊന്നും പോരാ. ചെയ്യരുത്. ഞാനിപ്പോൾ വേങ്ങരയാണുള്ളത്. ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ ഒരു ആവശ്യം പറയാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരികയാണ്. പാണക്കാട് തങ്ങളുടെ പ്രസ്താവന 24-ൻ്റെ അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹം പറയുന്നത് വിജയാഹ്ലാദ പ്രകടനങ്ങൾ അതിര് കടക്കാൻ പാടില്ല എന്നാണ്. അപ്പം നിങ്ങൾ അച്ചടക്കമുള്ള അണിയാണെങ്കിൽ, ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ തങ്ങന്മാരെ നിങ്ങൾ ആദരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാക്കിന് നിങ്ങൾ മുഖവിലേക്ക് എടുക്കണ്ടേ? ഇതൊക്കെ അങ്ങേയറ്റം പൂർവ്വ പരിപാടിയാണ്.
ഒരു സമൂഹത്തെ ജനങ്ങൾ വെറുത്തു പോകാൻ മാത്രം കാരണമാകും. നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ചാൽ മതി. കേട്ടിരിയില്ലെന്നല്ല, പലരോടും നമുക്ക് ശക്തമായി വിയോജിപ്പുണ്ടാകാം. ആ വിയോജിപ്പുണ്ടാകുമ്പോൾ തന്നെ മുദ്രാവാക്യം, പ്രതിഷേധ സ്വരങ്ങൾ, ഫ്ലെക്സ്, കുറിപ്പൊക്കെ ആയിട്ട് അതിനൊക്കെ ഒരു മാനവിക മുഖത്തോടു കൂടി നമ്മൾ പ്രതിഷേധിക്കണം. അതിനപ്പുറത്തേക്ക് ചോര പൊടിയുന്ന ഒരു മൃഗത്തിൻ്റെ തലയും എടുത്ത് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പം മറ്റുള്ള ആളുകൾ ഇത് കാണുകയാണ്, വെറുപ്പുണ്ടാക്കുക. അവർ വിചാരിക്കും ഇവനിക്കൊക്കെ എന്ത് മനസ്സാക്ഷിയാണെന്ന് വിചാരിക്കുക, ഇവനിക്കൊക്കെ എന്ത് കാരുണ്യം എനിക്കൊക്കെ ഉണ്ടാകുന്നത് വെച്ച് ജനങ്ങൾ അറപ്പ് വന്നു പോകുന്നത്. നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ സഹോദര സമുദായത്തിൽപ്പെട്ടവർ ഇതിൻ്റെ കമൻറ്റുകൾ കണ്ട ഇതൊന്നും നമ്മുടെ കൗമിനെ തന്നെ സഹിക്കുന്നില്ല, പിന്നെ മറ്റുള്ളവർക്ക് സഹിക്കുക. അതുകൊണ്ട് ഈ തീ വെറുപ്പുണ്ടാക്കുന്ന പണിക്ക് അവസാനിപ്പിക്കുന്നത് ശരിയല്ലത്. മുദ്രാവാക്യം വിളിച്ചോ, പ്രതിഷേധ സ്വരങ്ങൾ, പാട്ട്, ഫ്ലെക്സ് ഒക്കെ നിങ്ങൾ വെച്ചോ, പക്ഷേ ഇത്തരം പരിപാടി നമ്മൾ ചെയ്യരുത്, ദയവ് ചെയ്യരുത്. നിങ്ങൾക്ക് തന്നെ മോശമാവത്. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. BJP പ്രവർത്തകർ പോലും അവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉപയോഗിക്കാത്ത വാക്കും അതുപോലെ തന്നെ അവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ അതിരുവിട്ടു പോയിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിനെക്കാട്ടിലും ഒരു പടി കടന്നുകൊണ്ടാണ് നമ്മുടെ ഇടയിലുള്ള ഇത്തരം ആഘോഷ പരിപാടികളും ഇത്തരം ആടിനെ അറക്കലും അതിൻ്റെ തല തൂക്കലും അതുപോലെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സമൂഹത്തിന് ചേർന്നതാണോ, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തീർച്ചയായിട്ടും സ്വയം വിമർശനമാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ അവർ തീർച്ചയായിട്ടും ഒരു ചിന്ത തീർച്ചയായിട്ടും നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഞാൻ പറഞ്ഞതുപോലെ സാദിഖ് അലി തങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, യാതൊരു കാരണവശാലും നമ്മുടെ ആഘോഷങ്ങൾ അതിരുവിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല. പക്ഷേ ആ വാക്കിനൊന്നും ഒരു പുല്ലുവില പോലും ഈ പ്രവർത്തകർ നൽകിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇത്തരം കാഴ്ചകൾ കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു വിജയത്തിൻ്റെ പൊലിമ നഷ്ടപ്പെടുത്തുന്നതാണ് ഇത്തരത്തിൽ വെറുപ്പ് തോന്നുന്ന ഇത്തരം പരിപാടികൾ. തീർച്ചയായിട്ടും നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിജയം, ആ സന്തോഷം തീർച്ചയായും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം 10 വർഷം പ്രതിപക്ഷത്ത് നിന്ന ഒരു പാർട്ടി ഭരണപക്ഷത്തേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് ആഹ്ലാദങ്ങൾ ഉണ്ടാവും, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ടാകും, അവരുടെ വെറുപ്പുകൾ തീർച്ചയായിട്ടും പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ടാകും. അതൊക്കെ വേണം. പക്ഷേ അതിനുതകുന്ന മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ശ്രദ്ധ നേതാക്കന്മാർ തീർച്ചയായിട്ടും പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതില്ല എങ്കിൽ തീർച്ചയായിട്ടും നാളെ നിങ്ങളെ സമൂഹം വെറുക്കുന്ന ഒരവസ്ഥ വീണ്ടും വരിക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.